नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में सरिता शर्मा ने लिखी हुई बेटी नामक एक छोटी कविता के बारे में पढ़ा। कविता का विषय कन्या भ्रूण हत्या। कविता में कन्या भ्रूण अपने माँ बाप से याचना करते हैं, हे माँ और बाप, मुझे जन्म से पहले मत मारना चाहिए। और यहाँ इस भ्रूण कहता है, मुझको प्यार न देना चाहिए, मुझको ज़रा दुलार न देना चाहिए। इतना करने के लिए कहते हैं, इतना कर पाओ, इतना कर देने के लिए यहाँ ये भ्रूण कहते हैं, जन्म से पहले मार न देना। मैं एक बेटी हूँ, मुझको भी इस दुनिया में, इस संसार में जीने का अधिकार है। और स्त्री होने के कारण, बेटी होने के कारण यहाँ मुझे मार न देना चाहिए। मुझको भी यहाँ जन्म लेने का अधिकार भी है। यह इस धरती में, इस दुनिया में जीने के लिए हम सबको अधिकार है। हम सबको एक समान, സ്ത്രീ പുരുഷ हो, സ്ത്രീ ആയാലും പുരുഷനായാലും ഒരേപോലെ ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്, अधिकारमुണ്ട്। बाद में ये भ्रूण कहते हैं, मुझको मेरा दोष बताओ। मेरा दोष क्या है? इस हत्या में मेरा दोष क्या है? ഇവിടെ ഭ്രൂണം ചോദിക്കുകയാണ്। भ्रूण आगे पूछता है, आप मुझे मारने के लिए तैयार होते हैं, लेकिन इस हत्या में मेरा दोष क्या है? मुझे बेबात क्यों सताते हैं? ഞാൻ ചെയ്ത കുറ്റം എന്താണ്? എന്നെ കൊല്ലാനായിട്ട് ഞാൻ ചെയ്ത കുറ്റം എന്താണ്? എന്നെ ഒരു കാര്യവുമില്ലാതെ വെറുതെ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? अंत में ये भ्रूण कहता है, मैं भी तुम्हारा अंश ही हूँ। ഞാൻ നിങ്ങളുടെ ഒരു അംശമല്ലേ? മാം और बाप का अंश है। അച്ഛൻ്റെ അമ്മയുടെ ഒരു അംശമാണ്, ഒരു ഭാഗമാണ് മക്കളെന്ന് പറയുന്നത്। इसलिए मुझे त्याग कर या छोड़ कर फेंक न जाओ। അതുകൊണ്ട് നിങ്ങളുടെ ഒരു അംശം തന്നെയാണ് ഞാൻ, അതുകൊണ്ട് എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്, എന്നെ ഉപേക്ഷിച്ച് കളയരുതെന്നാണ് പറയുന്നത്। തും മുझे जीने का हक दो പറയുന്നുണ്ട്। ലാസ്റ്റ് പറയുന്നൊരു കാര്യം ഇതാണ്, मुझे इस धरती में, इस दुनिया में जीने का हक दो। എനിക്കിവിടെ ജീവിക്കാനായിട്ട് അവകാശമുണ്ട്, അതെങ്കിലും തരാനാണ് പറയുന്നത്। मैं इस संसार को देख लूँ, ഞാൻ ഈ ലോകമൊക്കെ ഒന്ന് കാണട്ടെ, എനിക്കും ഇവിടെ ജീവിക്കണം, എനിക്കും ജീവിക്കാനായിട്ടുള്ള അവകാശം നിങ്ങൾ എനിക്ക് തരുമോ എന്നാണ് ചോദിക്കുന്നത്। നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത്, थोड़ी नज़र बदल कर देखो, संग समय के चल कर देखो, बेटी से भी नाम चलेगा, ठहरो ज़रा संभल कर देखो, 14 की लाठी बनकर दूंगी दृढ़ आधार। ഇവിടെ പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത്, പണ്ടത്തെ കാലത്ത് അത്ര പെൺകുട്ടികൾ പഠിച്ചിരുന്നില്ല, പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് പഠിച്ചുയരാൻ പറ്റാത്ത മേഖലകളില്ല.
ഏറ്റവും വലിയ ഉന്നത പദവികൾ വരെ അലങ്കരിക്കുന്നുണ്ട് സ്ത്രീകൾ, പുരുഷന്മാരുടെ ഒപ്പം തന്നെ, ഒരു വ്യത്യാസവുമില്ലാതെ. നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന അവിടുത്തെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, പ്രതിഭ പാട്ടീൽ, കൽപ്പന ചൗള, അതുപോലെ IAS, IPS, അങ്ങനെ ഏത് മേഖല എടുത്താലും അതിൻ്റെയൊക്കെ ഉന്നത പദവിയിലിരിക്കുന്നത് സ്ത്രീകളുണ്ട്, സ്ത്രീകൾ തന്നെയാണ്, ഒപ്പം തന്നെ, പുരുഷന്മാർക്കൊപ്പം തന്നെ. ഇപ്പോൾ ഇവിടെ ഈ ഭ്രൂണം പറയാണ്, തോടി നസർ ബദൽ കർ ദേഖോ. എന്താണ് പറയുന്നത്? നമ്മുടെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് മാറ്റാനായിട്ടാണ് ഇവിടെ പറയുന്നത്. अपने जीवन दृष्टि संसार को देखने की रीति बदलती मानवीयता के आधार पर समय के अनुसार परिवर्तित कर अवलोकन करने का अनुरोध यहाँ करते हैं. थोड़ी नज़र बदल कर देखो, കുറച്ച് നമ്മുടെ കാഴ്ചപ്പാടൊന്നും മാറ്റാൻ പറയണം. अपना जीवन दृष्टि बदल कर देखो, अपनी नज़र, अपने जीवन की दृष्टि, जीवन दृष्टि थोड़ी ജീവൻ ദൃഷ്ടി ബദൽ കർ ദേഖോ. പിന്നെ എന്തിനൊപ്പം പോകാനാണ് പറയുന്നത്? സംഘ് സമയക്ക് ചൽക്കർ ദേഖോ. സംഘ് എന്ന് പറഞ്ഞാൽ സാത്ത്, സമയ്, കാലം. അപ്പം എന്തിൻ്റെ ഒപ്പം പോകാനാണ് പറയുന്നത്? സമയക്ക് സാത്ത് ചൽക്കർ ദേഖോ, കാലത്തിനൊപ്പം പോകാനാണ് പറയുന്നത്. നമ്മളെല്ലായ്പ്പോഴും ഒരുപോലെയല്ല, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ കാലത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. എന്നും സ്ത്രീകൾ താഴെത്തട്ടിൽ കിടക്കില്ല, അവർക്കും ഉയരണം, അവരും പഠിച്ചുയരുന്നുണ്ട്. ഏത് മേഖലയിലായാലും, ഏത് ജോലിയിലായാലും കഴിവ് തെളിയിച്ചവരാണ് സ്ത്രീകൾ. അപ്പോൾ അവിടെ പറയുന്നതാണ് സമയക്ക് സാത്ത് ചൽക്കർ ദേഖോ, നമ്മൾ കാലത്തിനൊപ്പം മുന്നോട്ട് പോകണം. നമ്മൾ പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒതുങ്ങിക്കൂടാതെ. സ്ത്രീകൾക്ക് പണ്ട് വിദ്യാഭ്യാസം കുറവായെന്ന്, പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അപ്പോൾ ഏത് മേഖലയിലായാലും കാലത്തിനൊപ്പം സഞ്ചരിക്കാനായിട്ടാണ് പറയുന്നത്. സമയത്തിനോടൊപ്പം, കാലത്തിനോടൊപ്പം മുന്നോട്ട് പോകുക. അപ്പോൾ ഇവിടെ നമ്മുടെ ബദൽത്തി മാനവികത ആധാർ पर समय के अनुसार, समय के साथ പരിവർത്തൻ ആനെ के लिए यहाँ कहते हैं. കാലത്തിനൊപ്പം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറയുന്നത്. ബേട്ടി സേ ബി നാം ചലേഗ. ഇപ്പം മകളാണ്, മകനുണ്ടായാൽ മാത്രമാണ് പേരും പ്രശസ്തി ഉണ്ടാവുള്ളൂ എന്നാണ് ചിന്തയാണ് മുൻപത്തെ കാലത്തുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ബേട്ടി സേ ബി നാം ചലേഗ. ഒരു പെൺകുട്ടി ആയാലും അവിടെ നാം അവർ കീർത്തി ചലേഗ, പേരെടുക്കാനായിട്ട്, പ്രശസ്തി നേടാനായിട്ട് പെൺകുട്ടികളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ബേട്ടിക്ക് ദ്വാരാ ബി നാം അവർ കീർത്തി ചലേഗ. ടഹരോ ജറ സംബൽ കർ ദേഖോ. കുച്ച് സമയം ടഹരോ, കുറച്ച് നേരം ഒന്നും നിൽക്കാൻ പറയാണ്. ജറ സംബൽ കർ ദേഖോ, ഒന്നൊന്ന് നിങ്ങൾ പെൺകുട്ടിയാണെന്നുള്ള പരിഗണന കൊടുത്തുകൊണ്ടൊന്ന് നോക്കാൻ പറയണം. അതായത് ഇവിടെ പറയുന്നുണ്ട്, ചൗദേപ്പൻ കി ലാട്ടി ബൻകർ ദൂങ്കി ദൃഢ ആധാർ. വാർദ്ധക്യത്തിൽ ചൗദേപ്പൻ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം, ബുട്ടാബേമേ. ലാട്ടി ബൻകർ, ലാട്ടി എന്ന് പറഞ്ഞാൽ ഊന്നുവടി, അതായത് വാർദ്ധക്യത്തിൽ ഊന്നുവടിയാവുക എന്ന് പറഞ്ഞാൽ സഹായമാവുക, വാർദ്ധക്യത്തിൽ താങ്ങായിട്ട് മാറുക. ദൂങ്കി ദൃഢ ആധാർ, ദൃഢ ആധാർ ഉറപ്പ് തരാണ്. അതായത് പെൺകുട്ടികൾക്ക് കഴിവുകളുണ്ട്, അവരെ നമുക്ക് നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മുടെ സഹായമായിട്ട് അവർ മാറുന്ന പറയുന്നത്. ബുഢാപ്പേ മേ സഹാര ബൻചാനേക്ക് ക്ഷമത ബേട്ടി മേ ഹേ. അതായത് ആകുന്ന സമയത്ത് ആൺമക്കളില്ലാത്ത പേരൻസ് ഉണ്ടാവും, അവർക്ക് തുണയാവുന്നത് പെൺകുട്ടികൾ തന്നെയാണ്. അപ്പോൾ പഠിച്ചിട്ടായാലും അതിൽ ഏത് തരത്തിലായാലും ഉന്നതിയിലെത്താനായിട്ട് പെൺമക്കളെ കൊണ്ട് സാധിക്കും. കുറച്ചൊരു പരിഗണന പെൺകുട്ടികൾക്ക് കൊടുക്കാനാണ് പറയുന്നത്. അവർ നമുക്ക് ആരായിത്തീരെന്ന് പറയുന്നത് അപ്പനെ ബുഢാപ്പേ മേ ലാട്ടി ബൻകർ ദൃഢ ആധാർ ദൂങ്കി, നമുക്കൊരു ഉറപ്പ് തരാണ്. ബുഢാപ്പേ മേ സഹാര ബൻചാനേക്ക് ക്ഷമത, അതായത് വാർദ്ധക്യത്തിൽ നമ്മൾ സഹായമാകാനായിട്ടുള്ള ഒരു കഴിവ്, അതിലെ എബിലിറ്റി പെൺമക്കൾക്കുണ്ടെന്നാണ് പറയുന്നത്.
അതുകൊണ്ട് ഇവിടെ പറയുന്നത് ബേട്ടി സേ ബി ഹംകോ നാം അവർ കീർത്തി മിലേക. പെൺമക്കളെ കൊണ്ട് നമുക്ക് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത്. അവർക്ക് ഉയരങ്ങളിലെത്താനായിട്ട് സാധിക്കും. ഇസ്ലിയെ സംബൽക്കർ ഫിർ സേ ദേഖ്നെ കാ അനുരോധ് ഭ്രൂൺ കർത്താ ഹെ. അതുകൊണ്ട് ഒന്നും കൂടി നമ്മളൊന്ന് ഒരു പരിഗണന കൊടുത്ത്, പെൺകുട്ടികളാണ്, അവരെ കൊണ്ടെല്ലാം സാധിക്കുമെന്നുള്ള ഒരു അപേക്ഷയാണ് ഈ കന്യാഭ്രൂണം ഇവിടെ നടത്തുന്നത്. അതായത് നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ പെൺമക്കളായാലും നല്ല നിലയിലെത്താനായിട്ട്, വാർദ്ധക്യത്തിലെ പേരൻസിനെ സഹായമാവാനായിട്ട്, ഊന്നുവടിയാവാനായിട്ട് അവരെ കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. लास्ट स्टैंसा। मैम जब आंगन में डोलूंगी, मिसरी सी बोली बोलूंगी, सेवा करुणा त्याग तपस्या के नूतन द्वारे खोलूंगी, दोनों कुल के मान की खातिर तन मन दूंगी वार. मैं जब आंगन में डोलूंगी, അപ്പം ഞാനവിടെ ജന്മം എടുത്തു വിചാരിക്കുക. ഈ കന്യാഭ്രൂൺ പറയണ എന്താണ് പറയുന്നത്? ജബ് ഭ്രൂൺ ജന്മ ലേക്കർ ആങ്കന്മേ ഡോലൂങ്കി. ആ ഭ്രൂണം അവിടെ ജനിച്ചു, കുഞ്ഞായി പിറന്നു. അങ്ങനെ ആ മുറ്റത്തൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ആങ്കന്മേ ഡോലൂങ്കി, മുറ്റത്തേക്ക് വന്ന് വീഴാണ്. മിസ്രിസി ബോലി ബോലൂങ്കി. മിസ്രിസി ബോലി എന്ന് പറഞ്ഞാൽ അസ്പഷ്ട മദർസ്വർ. അതായത് നമ്മൾ പറയില്ലേ, ഇവിടെ അസ്പഷ്ട മധുര ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പഷ്ടമല്ലാത്ത വാക്കുകളിൽ കൂടി മധുരം നിറഞ്ഞ വാക്കുകൾ, അത് കിളിക്കൊഞ്ചലുകൾ എന്നൊക്കെ പറയും. ആ കുഞ്ഞുങ്ങളിലെ ആ ഉറയ്ക്കാത്ത വാക്കുകൾ അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, ചെറിയ കുട്ടികളായ സമയത്ത്. അപ്പോൾ അവരുടെ ആ വളരെ സ്വീറ്റായിട്ടുള്ള വാക്കുകൾ, അല്ലെങ്കിൽ അവരുടെ സംസാരം. അപ്പം मैं जब आंगन में डोलूंगी मिस्री सी बोली बोलूंगी. അപ്പം मैं जन्म लेकर आंगन में डोलूंगी तो अस्पष्ट मधुर स्वर में मधुर शब्द से बातें करेंगे. അപ്പോൾ അങ്ങനെയുള്ള വളരെ മധുരമൂർന്ന വാക്കുകളിൽ, അല്ലെങ്കിൽ അസ്പഷ്ടമായിട്ടുള്ള സ്പഷ്ടമില്ലാത്ത വാക്കുകളിൽ കൂടിയാണ് അവിടെ സംസാരിക്കുന്നത്. സേവ കരുണ ത്യാഗ് തപസ്യക്കെ നൂതൻ ദ്വാരെ ഖോലൂങ്കി. സേവനത്തിൻ്റെ, കരുണയുടെ, ത്യാഗത്തിൻ്റെ, തപസ്യയുടെ, ഇതിൻ്റെ എല്ലാം നൂതൻ ദ്വാരേ, നയാദ്വാർ, പുതിയ കവാടങ്ങൾ, ഖോലൂങ്കി, തുറന്നിടുന്ന പറയുന്നത്. യേ സേവ കരുണ ത്യാഗ് തപസ്യാദി മാനവീയ ഗുണഹി. മനുഷ്യൻ്റെ ഗുണങ്ങളാണത്. മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുക, കരുണ കാണിക്കുക, ത്യാഗം ചെയ്യുക, ഇതെല്ലാം മനുഷ്യൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ ആ മാനവീയ ഗുണം കേലിയെ അപ്പന നൂതൻ യാ നയാ ദ്വാർ ഖോലൂങ്കി. അതിനുവേണ്ടി പുതിയ പുതിയ കവാടങ്ങൾ അവിടെ തുറന്നിടുന്ന പറയുന്നത്. ഇവിടെ പറയണ ദോനോ കുൽ കെ മാൻ കി ഖാത്തിർ. ഖാത്തിർ എന്ന് പറഞ്ഞാൽ വേണ്ടി, മാൻ എന്ന് പറഞ്ഞാൽ ഗൗരവം, അഭിമാനം, സമ്മാൻ എന്നുള്ള അർത്ഥം. दोनों कुल के, दोनों परिवार के, दोनों कुल के, दोनों परिवार के मान की खातिर गौरव के लिए तन मन दूंगी वार. तन എന്ന് പറഞ്ഞാൽ ശരീർ, ശരീർ और मन दूंगी वार. वार എന്ന് പറഞ്ഞാൽ अर्पित करना, त्याग करना എന്നുള്ള അർത്ഥം, ന്യോച്ഛാവർ करना. ഇവിടെ പറയണേ, ഇവിടെ സാത്ത് ഹി, ഇതിനോടൊപ്പം തന്നെ സ്ത്രീ പുരുഷ് നാമക് ദോനോ കുൽ കെ അഭിമാൻ കെ ലിയെ ഗൗരവ് കെ ലിയെ. സ്ത്രീ കുലം, പുരുഷന്മാരുടെ കുലം, അവരുടെ അഭിമാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? തൻ ഔർ മൻ, ശരീർ ഔർ മൻ അർപ്പിത് കർ ദൂങ്കി. ശരീരവും മനസ്സും ഈ രണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ട്, രണ്ട് കുലത്തിന് വേണ്ടിയിട്ട്, അവരുടെ അഭിമാനത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുമെന്നാണ് പറയുന്നത്. വഹ അപ്നെ ലിയെ നഹീം
अपने समाज के लिए अपने को भी त्याग करने को तैयार है. ഇവിടെ പറയാണ് वह अपने लिए नहीं സ്വയം മാത്രമല്ല अपने समाज के लिए भी നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് अपने को भी त्याग करने के लिए तैयार है. സ്വയം സമർപ്പിക്കാനായിട്ട് അവിടെ തയ്യാറാവണം. അപ്പോൾ കന്യാഭ്രൂണം അവിടെ പറയണത് ജന്മം എടുത്തു കഴിഞ്ഞാൽ, ജനിച്ചു കഴിഞ്ഞാൽ ഈ മുറ്റത്തുകൂടെ ഓടിച്ചാടി നടക്കുന്നു, എന്താ പറയുക, രസകരമായിട്ടുള്ള വാക്കുകളിൽ കൂടി, അസ്പഷ്ടമല്ലാത്ത വാക്കുകളിൽ കൂടി സംസാരിച്ച് ഓടി നടക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവരെക്കൊണ്ട് സാധിക്കും. അങ്ങനെ രണ്ട് കുലത്തിൻ്റെ അഭിമാനമായിട്ട് മാറും. അതിനു വേണ്ടിയിട്ട് ശരീരവും മനസ്സും സമർപ്പിക്കും. അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്, സ്വയം അവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാനായിട്ട്, ത്യാഗം ചെയ്യാനായിട്ട് അവിടെ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ കവിതയുടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് കന്യാഭ്രൂൺ ഹത്യയാണ്. ഇവിടെ പറയുന്നുണ്ട്, ആജ്കൽ ഭ്രൂൺ കാ ജാഞ്ച് കർ, അല്ലെ ഭ്രൂൺ കോ പഹചാൻ കർത്തെ സമയ് വ ബേട്ടി ഹേ തോ. ആ ഭ്രൂണത്തെ തിരിച്ചറിയുന്ന സമയത്ത് മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉസ്കാ സത്യനാശ് കർണേമേ ലോക ലഗേ ഹുയേ ഹേ, അതിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക, കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. लेकिन ये बेटी या कन्या भ्रूण जन्म होते तो बुढ़ापे में सहारा परंपरा का बढ़ावा ये पुरुष के द्वारा संपन्न है. ആ പെൺകുട്ടി വളർന്നു വലുതാവുകയാണെങ്കിൽ വാർദ്ധക്യത്തിൽ സഹായമാകുന്നു. നമ്മുടെ പരമ്പരയെ നിലനിർത്താനായിട്ട് പുരുഷൻ്റെ ഒപ്പം തന്നെ സ്ത്രീകളും ആവശ്യമാണ്. इसलिए जन्म लेने की अधिकार भी स्त्री होने के कारण नष्ट हो जाते हैं. അതുകൊണ്ട് ജന്മം കൊടുക്കാനുള്ള അവകാശം കൂടി അവിടെ സ്ത്രീ ആയതുകൊണ്ട് അവിടെ നഷ്ടപ്പെടുകയാണ്. സ്ത്രീകൾ തന്നെയാണ് ജന്മം കൊടുക്കുന്നത്. അവിടെ ജന്മം കൊടുക്കുന്ന സമയത്ത് പെൺഭ്രൂണമാണെന്നറിയുമ്പോൾ അതിനെ കൊല്ലുന്ന അവസ്ഥ. അപ്പോൾ അവിടെ സ്ത്രീത്വം തന്നെ, അല്ലെങ്കിൽ ജന്മം കൊടുക്കാനുള്ള അധികാരം പോലെ അവിടെ ഇല്ലാതെയാണ് ചെയ്യുന്നത്. समाज में स्त्री पुरुष की समानता का संदेश यहाँ देते हैं. സമൂഹത്തിലെ സ്ത്രീ ആയാലും പുരുഷനായാലും ഒരുപോലെ അവിടെ വേറിട്ട് കാണാൻ പാടില്ല എന്നാണ് പറയുന്നത്. നല്ല സന്ദേശമാണ് അവിടെ പറയുന്നത്. അതായത് നമ്മുടെ ചിന്താരീതിയെ തന്നെ നമ്മൾ അവിടെ മാറ്റിയെടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ സരിത ശർമ്മ എഴുതിയ ബേട്ടി എന്ന് പറഞ്ഞ കവിതയിൽ ചെറിയൊരു കവിതയാണ്. പെൺഭ്രൂണത്തിൻ്റെ അപേക്ഷ, യാചന, ജനിച്ചിരുന്നെങ്കിൽ എന്തൊക്കെയാകാമായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഭ്രൂണഹത്യയുടെ ആ കാലഘട്ടത്തിൽ കൂടി കടന്നു പോവുകയാണ് കവയിത്രിയുടെ ചെയ്യുന്നത്. ഇതിൻ്റെ സമ്മറി നമുക്കൊന്ന് നോക്കാം. बेटी सरिता शर्मा हिंदी में MA और PhD की उपाधि प्राप्त किया. वह केवल लिखती ही नहीं बल्कि अपने कविता पाठ से अनेक सम्मेलनों को शोभा बढ़ाई. वे अनेक पुरस्कारों से सम्मानित हुई है. मानव राशि को बनाए रखने के लिए स्त्री ही एकमात्र साधन है. एक स्त्री होने के कारण वे समाज के द्वारा तिरस्कृत स्त्रीत्व का समर्थन करती है. पुरुष केंद्रित आधुनिक समाज की अमानवीय अवधारणा को अमानवीय विचार के बारे में यहाँ चित्रित करती है. सरिता शर्मा ने लिखी हुई एक छोटी कविता है बेटी. बेटी नामक कविता का विषय भ्रूण हत्या. यहाँ कन्या भ्रूण हत्या. भ्रूणावस्था में ही स्त्री को जांच कर हत्या करने वाले पुरुषाधिपत्य को यहाँ विरोध करते हैं. जीने को सबको अधिकार है. इस धरती में या इस दुनिया में जीने के लिए सबको अधिकार है. फिर भी जन्म लेने का अधिकार से भी स्त्री वंचित होते हैं. कवयित्री यहाँ मानवीयता घोषित करती है. यहाँ कविता में भ्रूण हत्या के लिए तैयार करने वाले माँ बाप से स्त्री भ्रूण की या कन्या भ्रूण की याचना है. हे माँ, जन्म लेने से पहले ही मुझे मत मारो. हे पिता, जन्म से पहले मुझे मत मार देने दो. स्त्री भ्रूण की इच्छा है मुझको प्यार और दुलार
अपनी इच्छा से चाहे ना दे दो। मुझे प्यार ना देना चाहिए, दुलार या वात्सल्य ना देना चाहिए, इतना करना चाहिए, जन्म से पहले मुझे मत मारो। ये एकमात्र कार्य करना चाहिए। मैं एक बेटी हूँ, मुझे भी इस दुनिया में, इस धरती में जीने का अधिकार है, मुझे भी हक है। नए समाज में जीने का समान अधिकार सबको है। ब्रोन आगे पूछता है, आप लोग मुझे मारने को तैयार है, माँ बाप, आप लोग मुझे मारने को तैयार है, लेकिन इस हत्या में मेरा दोष क्या है? मैंने क्या किया? क्यों मुझे अपनी भ्रूणावस्था में सताते हो? मुझे क्यों सताते हो? मैं आपका ही अंश हूँ, हे माँ और बाप, मैं तुम्हारा ही अंश हूँ। मुझे त्याग कर या छोड़कर बाहर न फेंक जाओ। जीने का मेरा अधिकार मुझे दे दो, मैं ये संसार देख सकूँगा। एक बार अपने को देखने का हक तक से स्त्री वंचित रहा है। अपनी जीवन दृष्टि संसार को देखने की रीति बदलती मानवीयता के आधार पर समय के अनुसार, काल के अनुसार परिवर्तित कर अवलोकन करने का अनुरोध यहाँ ब्रोन करता है। अपनी दृष्टि कुछ बदलने के लिए, दृष्टि में कुछ परिवर्तन आने के लिए यहाँ ब्रोन कहता है। समय के अनुसार चलने के लिए कहते हैं, काल के अनुसार चलने के लिए कहते हैं, क्योंकि बेटे के द्वारा भी नाम और कीर्ति चलेगा। आज इस दुनिया में बेटे के द्वारा भी नाम और कीर्ति चलेगा। बुढ़ापे में सहारा बन जाने की क्षमता भी बेटी में है। इसलिए कुछ संभल कर फिर से देखने का अनुरोध यहाँ ब्रोन करता है। लास्ट स्टैंडसेल പറയുന്നത്, जब ब्रोन जन्म लेने के बाद आंगन में डोलूंगी, उस समय अस्पष्ट मधुर शब्द से बातें करेंगे। सेवा, करुणा, त्याग, तपस्या आदि मानवीय गुण हैं। इन गुणों के नया द्वार खोलूंगी। ये हमारे साथ भी है, ये मानवीय गुण। साथ ही स्त्री पुरुष नामक दोनों कुल के, दोनों परिवार के अभिमान के लिए या गौरव के लिए अपना तन या शरीर और मन अर्पित कर दूंगी। दोनों कुल के लिए, स्त्री और पुरुष के दोनों कुल के लिए, उनके अभिमान के लिए अपना शरीर और मन त्याग कर दूंगी, अर्पित कर दूंगी। वह अपने लिए नहीं, समाज के लिए अपने को भी त्याग करने के लिए तैयार है। यहाँ स्त्री अपने लिए नहीं, अपने समाज के लिए अपने को भी त्याग करने के लिए तैयार है। यहाँ कविता का मुख्य विषय भ्रूण हत्या है। यहाँ आजकल भ्रूण का जांच कर वह बेटी है तो उसका सत्यानाश करने में लोग व्यस्त हैं। बुढ़ापे में सहारा, परंपरा का बढ़ावा ये पुरुष के द्वारा संपन्न होते हैं। इसलिए जन्म लेने का अधिकार भी स्त्री होने के कारण नष्ट हो जाते हैं। समाज में स्त्री पुरुष की समानता का संदेश यहाँ देते हैं। और उसके अलावा पुरुष केंद्रित सामाजिक अवधारणा को, पुरुष केंद्रित सामाजिक विचारधारा को बदलने का आह्वान भी देते हैं। ओके, थैंक यू।